ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. വെള്ളത്തിനടിയിൽ യോഗ നടത്തി അത്ഭുതം കാണിച്ചിരിക്കുകയാണ് INS സത്വാഹനയിലെ 40 നാവികർ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്ക് ആദ്യം പ്രധാനപ്പെട്ട തലക്കെട്ടുകളിലേക്ക് വളരെ വേഗം പോകാം. മറ്റൊന്നുമല്ല, പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സമാധാനവുമായി ബന്ധപ്പെട്ട് പല ആശയക്കുഴപ്പങ്ങളുണ്ട്. 20ഓളം കേന്ദ്രങ്ങളിൽ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാൻ ഹോർമുസ് അടച്ചതിന് തെളിവില്ല എന്ന് അമേരിക്ക പറയുന്നു. അതിനിടയിൽ അമേരിക്ക ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവവികാസമുണ്ടായത്, ഇസ്രായേൽ സമാധാന കരാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ അസ്തിത്വത്തിന് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഭൂഷണമല്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതടക്കം നിരവധി വാർത്തകൾ വിശദമായി തന്നെ തലക്കെട്ടുകൾ. ഹോർമുസ് അടച്ചിട്ട് ഇറാൻ, US-ഉം ഇസ്രായേലും നടത്തിയത് വിശ്വാസവഞ്ചനയെന്നും ഇറാൻ. വ്യോമാക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടത് 47 പേർ. സഞ്ചാരം തടസ്സപ്പെട്ടതിന് തെളിവുകളില്ലെന്ന് US. പേർഷ്യൻ ഗൾഫിന്റെ പ്രവേശന കവാടത്തിൽ കാത്തുകിടക്കുന്നത് 8 കോടിയോളം ബാരൽ അസംസ്കൃത എണ്ണ. 40ഓളം കൂറ്റൻ എണ്ണക്കപ്പലുകൾക്ക് യാത്രാനുമതി വേണം. യുദ്ധത്തിന് മുൻപ് പ്രതിദിനം കടന്നുപോയിരുന്നത് 1.5 കോടി ബാരലിലധികം അസംസ്കൃത എണ്ണ. സമാധാന കരാർ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾ. ട്രംപ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ്, ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ടു പോകും. ഈ വർഷം അവസാനം നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് നെതന്യാഹുവിന് വെല്ലുവിളി. മെലോനി ട്രംപ് പോര് തുടരുന്നു. മെലോനിക്ക് ഇറ്റലിയിൽ പോപ്പുലാരിറ്റി ഇല്ലെന്ന് ട്രംപ്. ആക്രമിക്കുന്നത് ബുദ്ധിഹീനമാണെന്ന് മെലോനി. നിങ്ങളുടെ ജനപ്രീതിയിൽ ശ്രദ്ധിക്കാൻ ട്രംപിന് ഉപദേശം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ രാജിക്കുരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. തിങ്കളാഴ്ച രാജിവെച്ചേക്കും. ലേബർ പാർട്ടിക്കുള്ളിലെ നേതൃത്വ പ്രതിസന്ധിയും രാജ്യത്തെ ആഭ്യന്തര സംഘർഷവും കാരണം. സ്റ്റാമറിന് പകരം ബെൻഹാം പ്രധാനമന്ത്രി പദത്തിലേക്ക്. മമതാ ബാനർജിക്ക് വീണ്ടും കുരുക്ക്. 2 അക്കൗണ്ടുകളിലായുള്ള പാർട്ടിയുടെ 440 കോടി മരവിപ്പിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് വിമത MLA-മാർ. വലിയ തുകയുടെ ഉറവിടം വ്യക്തമല്ലെന്ന് പരാതി. യൂട്യൂബർ തൊപ്പിക്കെതിരെ കേസെടുത്ത് പോലീസ്. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് നടപടി. IT നിയമപ്രകാരം കേസെടുത്തത് എറണാകുളം റൂറൽ സൈബർ പോലീസ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ നീറ്റ് പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. രാജ്യമൊട്ടാകെ 5443 പരീക്ഷാ കേന്ദ്രങ്ങൾ. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ രാജ്യം. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നേതൃത്വം നൽകി പ്രധാനമന്ത്രി. രാജ്യമൊട്ടാകെ പരിപാടികൾ. പ്രശസ്ത കവി പത്മശ്രീ P. നാരായണക്കുറുപ്പിന് വിട. സംസ്കാരം വൈകിട്ട് 3:30 തൈക്കാട് ശാന്തി കവാടത്തിൽ. വിട വാങ്ങിയത് സാഹിത്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. വിവാദങ്ങൾക്കിടെ അമ്മ ജനറൽ ബോഡി ഉടൻ. അൻസിബിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായേക്കും. സംഘടനയിൽ നിന്ന് നീതി നിഷേധമെന്ന് ഉണ്ണി ശിവപാൽ. ലോകാത്ഭുതമായി ട്രംപിന്റെ പുതിയ ആകാശ കൊട്ടാരം. 3300 കോടി രൂപയുടെ പുതിയ എയർഫോഴ്സ് 1 പുറത്തിറക്കി. വിമാനത്തിനുള്ളിൽ മിനി സർജറി റൂമും അത്യാധുനിക കോൺഫറൻസ് ഹാളും. ട്രംപിന് ഖത്തറിന്റെ സമ്മാനം. അമീർ ഖാന്റെ 3ാം വിവാഹം ജൂലൈ 5-ന് വധു വെൽനസ് ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഗൗരി സ്പ്രാറ്റ്. ലളിതമായ ചടങ്ങുകളോടെ രജിസ്റ്റർ വിവാഹം നടക്കും. ഗൗതം ഗംഭീറിനെതിരെ പുതിയ ആരോപണവുമായി ശ്രീശാന്ത്. തന്നെ രാജ്യദ്രോഹിയെന്ന് വിളിച്ചു. സംഭവം ലെജൻഡ്സ് ലീഗ് ക്രിക്കറ്റ് മത്സരത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ. അങ്ങനെ ഹോർമുസ് വീണ്ടും ഇറാൻ അടച്ചു. ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കടന്നുകൊണ്ടുപോയിരുന്ന ഒരു സ്ഥലം. ലോക സമാധാനത്തിന് വീണ്ടും അഭംഗിയുണ്ടാകുന്ന പശ്ചാത്തലമുണ്ടാവുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ സമാധാന കരാർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ
തുടർച്ചയായ വ്യോമാക്രമണം. 47 പേരാണ് കൊല്ലപ്പെട്ടത്. 20ഓളം സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതിന് തിരിച്ചടിയാണ് ഹോർമുസ് പൂർണ്ണമായും ഇറാൻ അടയ്ക്കുന്നത്. IRGC അസന്നിഗ്ധമായി ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം ഹോർമുസ് അടച്ചതിനോ കപ്പൽ സഞ്ചാരം തടസ്സപ്പെട്ടതിനോ തെളിവുകളില്ല എന്നാണ് US പറയുന്നത് എങ്കിൽ പോലും നമുക്കറിയാം ഇറാന്റെ അനുവാദമില്ലാതെ ഒരു കപ്പലിന് പോലും ഹോർമുസ് കടന്നു പോകാൻ സാധിക്കില്ല. അത് മാത്രമല്ല ഹോർമുസിൽ ഉള്ള മൈനുകൾ, ഇറാൻ സ്ഥാപിച്ച മൈനുകൾ പ്രധാനമാണ്. ആ മൈനുകൾ കടന്നു പോകാൻ ഏത് കപ്പലുകളും മടിക്കും. മൈനുകൾ നീക്കാനുള്ള പ്രക്രിയ അടക്കം ഇറാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ചതിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു വിശ്വാസവഞ്ചന നടത്തി എന്നാണ് ഇറാൻ പറയുന്നത്. അതിനാൽ അടയ്ക്കുകയാണ് എന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുകയാണ്. അജയ് സുധാ ബിജു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ചേരുന്നു. ഇത് മാത്രമല്ല ഇറാന്റെ പ്രശ്നം, തങ്ങളുടെ മരവിപ്പിച്ച സ്വത്തുകൾ വകമാറ്റി ഗൾഫ് രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങളെയും ഇറാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അങ്ങനെ അജയ് സുധാ ബിജു, അങ്ങനെ വീണ്ടും ഹോർമുസ് അടയ്ക്കുകയാണ്. നമുക്കറിയാം മാസങ്ങളായി ലോകം അനുഭവിക്കുന്ന പ്രതിസന്ധി അത് ഇല്ലാതാകുന്നു, അത് മാറുന്നു എന്നുള്ള സൂചനകൾക്കിടയിലാണ് വീണ്ടും ഇറാന്റെ നടപടി. ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായിട്ട് തുറന്ന് അമേരിക്കൻ ഉപരോധവും ഹോർമുസിൽ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചതായിരുന്നു. ആ സമയത്ത് ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഹോർമുസ് കടന്ന് പുറത്തേക്ക് വന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാൻ ഹോർമുസ് അടയ്ക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏപ്രിലിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേൽ നിലവിൽ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാർ ഒപ്പിടുന്ന അവസ്ഥ എത്തിയപ്പോൾ ലെബനിലുള്ള സൈനിക നീക്കം ഇസ്രായേൽ വേഗത്തിലാക്കിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഉടമ്പടി അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഇത്തരം സൈനിക നടപടികൾ തുടരാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ മിസൈൽ ആക്രമണം ഉൾപ്പെടെ കടുപ്പിച്ചുകൊണ്ട് ലെബനനിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച മാത്രം മേഖലയിൽ 47 പേരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇത് യുദ്ധം തുടങ്ങിയതിന് ശേഷമുണ്ടായ രണ്ടാമത്തെ വലിയ ആക്രമണമാണ്. നമ്മൾ ശനിയാഴ്ചത്തെ ഇന്നലത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ തന്നെ 16 പേർ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായിട്ട് അടച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാൻ പറയുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ്. ലെബനനുമായി ഒപ്പിട്ടിരിക്കുന്ന വെടിനിർത്തൽ കരാറാണെങ്കിലും ഹിസ്ബുള്ളയുമായിട്ട് ധാരണ പ്രകാരം വന്നിട്ടുള്ള വെടിനിർത്തൽ കരാറാണെങ്കിലും ഇസ്രായേൽ പൂർണ്ണമായിട്ട് ലംഘിച്ചു കഴിഞ്ഞു. ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല. അമേരിക്ക ഇസ്രായേലിനെ ഇപ്പോൾ നിലയ്ക്ക് നിർത്തണം, ആ ഒരു കാര്യത്തിന് വേണം അമേരിക്ക പ്രാധാന്യം കൊടുക്കാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഹോർമുസ് കടലെടുക്ക് അടച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്ക പറയുന്നത് ഹോർമുസ് കടലെടുക്ക് അടച്ചതായിട്ട് റിപ്പോർട്ടുകളില്ല. ഇപ്പോഴും ഹോർമുസ് വഴി നിരവധി കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. യാതൊരുവിധ ടോളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ ഹോർമുസിൽ ഇല്ലെന്ന് US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഹോർമുസ് അടച്ചു എന്നുള്ള നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ചർച്ചകളിലാണെങ്കിലും അമേരിക്കയുമായി നടക്കാനിരിക്കുന്ന ചർച്ചകളിലാണെങ്കിലും ലെബനന്റെ കാര്യത്തിന് തന്നെയാണ് ഇറാൻ ഊന്നൽ നൽകുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ലെബനനിലെ തട്ടി ഇപ്പോൾ ആ ഒരു സമാധാന കരാർ ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കണ്ടത്. നമുക്കറിയാം പേർഷ്യൻ ഗൾഫിന്റെ പ്രവേശന കവാടമാണ് ഹോർമുസ് എന്നുള്ളത്. ആഗോള വിപണിയിലേക്ക് പ്രവേശിക്കാൻ കാത്തുകിടക്കുന്ന 8 കോടിയോളം ബാരൽ അസംസ്കൃത എണ്ണ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 20ഓളം കപ്പലുകൾ, കൂറ്റൻ യാനങ്ങൾ അവിടെ നിൽക്കുകയാണ്. കാരണം ഇറാന്റെ അനുവാദം വേണം അവർക്ക് കടന്നു പോകണമെങ്കിൽ. മൈനുകൾ സ്ഥാപിച്ച് ഹോർമുസിനെ വലിയ അപകടാവസ്ഥയിലാക്കിയിട്ടുണ്ട് ഇറാൻ. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണയുമായി ഏതാണ്ട് നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ 40ഓളം കൂറ്റൻ എണ്ണക്കപ്പലുകൾ ഇപ്പോൾ പേർഷ്യൻ ഗൾഫിൽ യാത്രാനുമതിക്കായി നിലയുറപ്പിച്ചിരിക്കുന്നു. ഇറാനിൽ നിന്നുള്ള എണ്ണയും ചെറുകിട കപ്പലുകളുമൊക്കെ ഇതിൽ ഉൾപ്പെടാത്തതിനാൽ വിപണിയിലേക്ക് ഒഴുകാൻ തയ്യാറായി നിൽക്കുന്ന യഥാർത്ഥ എണ്ണയുടെ അളവ് ഇതിലും വളരെ കൂടുതലായിരിക്കുമെന്നാണ്. അതായത് ഇറാനിൽ നിന്നൊക്കെ ഉള്ള ഉപരോധമുള്ളത് കൊണ്ട് ഇറാനിൽ നിന്ന് എണ്ണ പോകുന്നില്ല. പക്ഷേ അപ്പോഴും അത് ചേർത്ത് വെച്ചാൽ ഇറാന്റെ കപ്പലുകളും ഇതിന്റെ ഭാഗമായി ഉണ്ട്. ഇത് ഈ കണക്കിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഈ പ്രദേശത്ത് കെട്ടിക്കിടക്കുന്നത്. നേരത്തെ ഒരു ചെറിയ വ്യത്യാസം വന്നപ്പോൾ ഹോർമുസ് തുറന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ തോതിലുള്ള
ആഗോള എണ്ണ വിപണിയിലെ ഇടിവ് നമ്മൾ കണ്ടതാണ്. $80 താഴെയിലേക്ക് എണ്ണ വില ബാരലിനെത്തിയ പശ്ചാത്തലം വലിയ ആശ്വാസമാക്കിയിരുന്നു. പാകിസ്ഥാനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എണ്ണവില കുറയ്ക്കുന്ന പശ്ചാത്തലമുണ്ടായി. അതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ ഹോർമുസ് ഇറാൻ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് അടയ്ക്കുന്നതിന് മുൻപ് പ്രതിദിനം 1.5 കോടി ബാരലിലധികം അസംസ്കൃത എണ്ണ ഹോർമുസ് കടലിടുക്ക് വഴി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പ്രതിദിനം കയറ്റി അയച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതിനിടയിൽ തന്നെ 21ഓളം കപ്പലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എങ്കിലും പുതിയ സംഭവ വികാസം ഹോർമുസിലെ വീണ്ടും ഇന്ത്യ അടക്കമുള്ള പെട്രോളിയം ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരം, അത് അമേരിക്കയെ ഞെട്ടിപ്പിക്കുന്നതാണ്. അമേരിക്ക ഇറാൻ സമാധാന കരാർ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ട്രംപിനെ ധരിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നെതന്യാഹു അസാധാരണമായ ഒരു പ്രതിസന്ധി തൻ്റെ സ്വന്തം രാജ്യത്ത് നേരിടുന്നുണ്ട്. കാരണം അവിടെ ഈ വർഷം അവസാനം ഡിസംബറോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നെതന്യാഹുവിൻ്റെ ഭാവി വല്ലാതെ പ്രതിസന്ധിയിലാണ്. വലിയ ജനവികാരം നെതന്യാഹുവിനെതിരെയുണ്ട്. ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഈ ഇറാനുമായുള്ള യുദ്ധത്തിൻ്റെ പുറത്ത് മാത്രമാണ്. യുദ്ധത്തിന് മുമ്പ് ഇറാനെ തീർക്കുമെന്നും ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നും അവരുടെ ആണവായുധമടക്കം ഇല്ലാതാക്കുമെന്നും യുറേനിയം സമ്പുഷ്ടീകരിച്ച് യുറേനിയം പിടിച്ചെടുക്കുമെന്നും ഒക്കെയുള്ള വാഗ്ദാനത്തോടു കൂടിയാണ് ആക്രമണം ആരംഭിച്ചത്. അത് മാത്രമല്ല, ഇതിനിടയിൽ ഇറാൻ നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയും ചെയ്തു. പക്ഷേ അവർക്ക് കൃത്യമായ തിരിച്ചടി നൽകിയില്ലെങ്കിൽ, ഒപ്പം ഹിസ്ബുള്ളക്കെതിരെയും തിരിച്ചടി നൽകിയില്ലെങ്കിൽ അത് ജനങ്ങളോടുള്ള വാഗ്ദാന ലംഘനമാകും. ജനവികാരം നെതന്യാഹുവിനെതിരെ ഉയരുകയും ചെയ്യും. തുടർന്നാണ് ഹിസ്ബുള്ളക്കെതിരായ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകാൻ നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് മനസ്സിലാക്കേണ്ടത് ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട സഹകരണം ട്രംപുമായി നെതന്യാഹുവിന് ഉണ്ടാകില്ല എന്നാണ്. അജയ് സുധാ ബിജു, അസാധാരണമായ ഒരു സാഹചര്യമാണല്ലോ. രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ആരംഭിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി. അമേരിക്ക പിന്മാറുന്നു, ട്രംപ് യുദ്ധം വേണ്ട എന്ന നിലപാടിലെത്തുന്നു. നെതന്യാഹുവിന് അത് സാധിക്കുന്നില്ല. എത്ര അസാധാരണമായ ഒരു യുദ്ധ സാഹചര്യമാണിത്. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപ് ആണെങ്കിലും നെതന്യാഹു ആണെങ്കിലും ഭയക്കുന്നത് എലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ആ ഒരു സമയത്ത് ജനവികാരം അത് തീർച്ചയായിട്ടും രണ്ട് ഭരണാധികാരികൾക്കും വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ്. അമേരിക്കയിൽ ഇക്കൊല്ലം മിഡ് ടേം ഇലക്ഷൻസ് വരാനിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ സാഹചര്യമല്ല അമേരിക്കയിലുള്ള ഭൂരിഭാഗം ജനങ്ങളും ഈ യുദ്ധത്തിന് എതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളവരാണ്. പല സർവേകളിലൂടെയാണെങ്കിലും അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഈ സമാധാന കരാറിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തകൃതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇസ്രായേൽ സാഹചര്യങ്ങൾ കുറച്ച് അമേരിക്കയിൽ നിന്ന് കുറച്ച് മാറ്റമുണ്ട്. ഇടയ്ക്ക് AP എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമം വടക്കൻ ഇസ്രായേൽ നടത്തിയ ഒരു സർവേയിൽ അവിടെ ഉള്ള ഭൂരിഭാഗം ജനങ്ങളും ലെബനിലുള്ള സൈനിക നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും ഈ ലെബനിലുള്ള സൈനിക നടപടികളാണെങ്കിൽ ഇസ്രായേൽ പൂർത്തിയാക്കണമെന്നും ഇറാനെതിരെ നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആഗ്രഹം അവിടെയുള്ള ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധവുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ഈ വർഷം അവസാനത്തോടെ ഇലക്ഷൻസ് വരാനിരിക്കുകയാണ്. ഇലക്ഷൻസ് പരാജയപ്പെടുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഈ നെതന്യാഹുവിനെതിരെ അജയ്, ആഗോള യുദ്ധ കുറ്റവാളിയായി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നെതന്യാഹു. ഇലക്ഷനിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേലിൽ പോലും വിചാരണ നേരിടേണ്ടി വന്നേക്കാം. അതിന് അങ്ങനെ പ്രതിസന്ധിയുമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല ഇസ്രായേലിനകത്ത് തന്നെ നിരവധി അഴിമതി കേസുകളുമുണ്ട്. അപ്പോൾ ഈ പ്രധാനമന്ത്രി തലത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ കേസുകളിലുള്ള വിചാരണ അത് വീണ്ടും പുനരാരംഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നെതന്യാഹു ഇരുമ്പഴിക്കുള്ളിലാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഒന്നാമത് അവിടെയുള്ള പ്രതിപക്ഷം ഇപ്പോൾ നെതന്യാഹുവിനെതിരെ കടുത്ത രീതിയിലുള്ള ആക്ഷേപങ്ങളുമായി രംഗത്ത് വരികയാണ്. അവിടെ നെതന്യാഹുവിൻ്റെ നിലപാടുകൾ ശരിയല്ല, ഇറാനെതിരെയാണെങ്കിലും ലെബനെതിരെയും സ്വീകരിച്ച നിലപാടുകളൊന്നും സുശക്തമായില്ല, അമേരിക്കയുടെ ഒരു കളിപ്പാവയായി ഇസ്രായേൽ മാറുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം ആരോപണങ്ങളിൽ നിന്നും ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ നിന്നും ഒന്ന് വിട്ടുനിൽക്കുക, തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നെതന്യാഹു നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെയായിരിക്കണം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. അതായത് ലെബനിലുള്ള പോരാട്ടം ഇസ്രായേൽ മുന്നോട്ട്
മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള തരത്തിൽ ഇസ്രായേലിൽ നിന്നുള്ള നിരവധി പ്രതികരണങ്ങൾ അത്തരത്തിലാണ് പുറത്തോട്ട് വന്നത്. ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞത് താൻ പ്രധാനമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ലെബനിലുള്ള സൈനിക നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കടുത്ത പ്രതികരണങ്ങളിലൂടെയും ലെബനിലുള്ള സൈനിക നീക്കത്തിലൂടെയും ജനങ്ങളെ തനിക്ക് അനുകൂലമാക്കി ഇലക്ഷനിൽ വീണ്ടും വിജയിച്ചു വരിക, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യം വെച്ച് അനുമാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അതിനിടയിൽ ഈ നെതന്യാഹുവിൻ്റെ പ്രതിസന്ധിയുണ്ട്, സമാധാന കരാറുണ്ട്, അത് അട്ടിമറിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ട്. അതിനിടയിൽ തന്നെ അമേരിക്ക ഇറാൻ ചർച്ചകൾ നാളെയല്ല ഇന്ന് നടക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡിൽ നിന്നും എത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ സ്പീക്കർ MB ഗാലിബാഫാഹും ഈ ചർച്ചയുടെ ഭാഗമാവുക. പാക് ഖത്തർ സംഘങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ ആണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രത്തിൽ വെച്ച് ഈ ചർച്ചകൾ പുരോഗമിക്കും എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സ്വിസ് മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ബർഗൻസ്റ്റോക്ക് ആണ് ചർച്ചയുടെ വേദിയാവുക എന്നുള്ളതാണ്. അജയ്, ചർച്ചയ്ക്കുള്ള പ്രതിനിധികളെല്ലാം എത്തിയോ? ധാരണാപത്രത്തിനൊരു അന്തിമ രൂപമാക്കുക എന്നാണല്ലോ ഇപ്പോഴത്തെ നീക്കം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ലെബനൻ പ്രശ്നം അങ്ങനെ നിൽക്കുകയാണ്. രഞ്ജിത്ത്, നിലവിൽ ഇറാനിയൻ സംഘം സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫും അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയുമാണ് നിലവിൽ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുള്ളത്. ഇരുവരും അവിടെ വിമാനം ഇറങ്ങിക്കഴിഞ്ഞു. ഈ വിമാനത്തിൽ സ്വിറ്റ്സർലാൻഡിൽ വന്നത് തന്നെ ഇറാൻ വലിയൊരു സന്ദേശം കൂടി ലോകത്തിന് നൽകിക്കൊണ്ടാണ്. അതായത് അമേരിക്കയുടെ യുദ്ധക്കുറ്റങ്ങളൊന്നും തങ്ങൾ മറന്നിട്ടില്ല എന്നൊരു സന്ദേശം അവർ നൽകുന്നുണ്ട്. കാരണം അവർ സ്വിറ്റ്സർലാൻഡിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ മിനാബ് 168 എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. അമേരിക്ക മിനാബിലുള്ള സ്കൂൾ തകർത്ത് 168 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ആ ആക്രമണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനിയൻ സംഘം സ്വിറ്റ്സർലാൻഡിൽ എത്തിയിരിക്കുന്നത്. ചർച്ചയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾ തുടരുന്നതിന് മുൻപ് ലെബനൻ വിഷയം ഒരു അടിയന്തര പ്രമേയമായി എടുക്കും എന്നുള്ളതാണ്. ലെബനൻ വിഷയം ആദ്യം ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഹോർമുസ് കടലിടുക്കിന്റെ വിഷയവും അതുപോലെ തന്നെ മറ്റ് ആണവ വിഷയങ്ങളും ഉൾപ്പെടെ ചർച്ചയാവുക എന്നൊരു വാർത്ത ഇപ്പോൾ നിലവിൽ CNN വേൾഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഈ ചർച്ചയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. നിലവിൽ യുഎസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനും ഖത്തറുമാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും അതുപോലെ അവരുടെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറുമാണ് ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഷഹബാസ് ഷെരീഫ് സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ അമേരിക്കയാണെങ്കിലും ഇറാനുമാണെങ്കിലും ഈ ലെബനിലുള്ള വെടിനിർത്തൽ ഒരു പ്രധാന അജണ്ടയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം തന്നെ ആദ്യം ചർച്ചയിലേക്ക് വരുമ്പോൾ അതിന് എത്രമാത്രമാണ് ഇരു രാജ്യങ്ങളും പ്രാധാന്യം നൽകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഈ ചർച്ചയിലൂടെ എന്തെങ്കിലും പരിഹാരം കാണുമോ എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷമായിരിക്കും ഈ ഹോർമുസ് കടലെടുക്കും അതുപോലെ തന്നെ ഈ ആണവ വിഷയങ്ങളും ഉൾപ്പെടെ ചർച്ചയാവുക. ഈ ലെബനന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ ഹോർമുസിന്റെ കാര്യത്തിൽ അങ്ങനെ കടുംപിടുത്തം പിടിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ മറ്റു വിഷയങ്ങളിലും വിട്ടുവീഴ്ച ഉണ്ടാകാനാണ് ഇപ്പോഴും നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെ ലോകമെമ്പാടും ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ വളരെ കൗതുകകരമായ ഒരു തർക്കം ഉടലെടുത്തിരിക്കുകയാണ് രണ്ട് ലോക നേതാക്കൾ തമ്മിൽ. മറ്റാരുമല്ല, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും. നമുക്കറിയാം, ജോർജിയ മെലോനി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലാണ്. നമ്മുടെ പ്രധാനമന്ത്രി മോദിയും മെലോനിയും തമ്മിൽ ആത്മാർത്ഥമായ സൗഹൃദമുണ്ട്. പക്ഷേ ട്രംപിന് മെലോനിയെ അത്ര പിടുത്തമില്ല. നേരത്തെ ട്രംപ് പറഞ്ഞത് തന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ മെലോനി കെഞ്ചി എന്നും മറ്റുമാണ്. അതിനെ തുടർന്നാണ് താനും മെലോനിയുമായി ഫോട്ടോ എടുത്തത്. ഇത് പൂർണ്ണമായും മെലോനി നിഷേധിച്ചിരുന്നു. തനിക്ക് അങ്ങനെ ആരുടെയും മുമ്പിൽ കെഞ്ചേണ്ട കാര്യമില്ല എന്നാണ് മെലോനി പറഞ്ഞത്. ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ ആരോപണം മെലോനിക്കെതിരെ ഇറ്റലിയിൽ വളരെ അൺപോപ്പുലറാണ് മെലോനി എന്നുള്ളതാണ്. മോശം പ്രകടനമാണ്, ജനപ്രീതി കുറവാണ്. അതിനാലാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. താനുമായി ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ്, തന്ത്രങ്ങളാണ് എന്നും മറ്റും ട്രംപിൻ്റെ ആരോപണമാണ്. അതിനെ കുറുക്കിക്കൊള്ളുന്ന മറുപടി മെലോനി നൽകിക്കഴിഞ്ഞു, യാതൊരു സങ്കോചവുമില്ലാതെ. വെറും ബാലിശമായ ആരോപണങ്ങളാണ് എന്ന് പറയുന്നതിനൊപ്പം അമേരിക്കയിൽ ഇടിയുന്ന ട്രംപിൻ്റെ ജനപ്രീതിയിൽ താങ്കൾ ശ്രദ്ധിക്കൂ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് വളരെ കൃത്യമായ മറുപടി മെലോനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അങ്ങനെ കൗതുകകരമായ ഒരു തർക്കം, അത് നേരത്തെ പറഞ്ഞ പോലെ കരാറുകളുടെ പേരിലല്ല,
എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുടെ പേരിലല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര തർക്കമല്ല, വളരെ പേഴ്സണലായ ഒരു തർക്കം ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ലോകരാജ്യങ്ങൾ കാണുന്നുണ്ട്. അത് വലിയ ചർച്ചയുമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ മെലോനി നേരത്തെ തന്നെ താരമാണ്. ഇപ്പോൾ ട്രംപുമായുള്ള തർക്കത്തെ തുടർന്ന് അവർ കൂടുതൽ താരമാകുന്ന പശ്ചാത്തലം കൂടി വരികയാണ്. അജയ് സുധാ ബിജു, ഇതിന് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആർക്കെതിരെയും എന്തും പറയാം എന്നുള്ള രീതിയുണ്ട്. ഇപ്പോൾ മെലോനിക്കെതിരെ പറയാൻ കാരണം എന്താണെന്ന് പോലും നമുക്കറിയില്ല. കാരണം അമേരിക്കയുടെ സഖ്യരാജ്യമാണ്. ട്രംപ് പറയുന്നത് ഒരുപാട് പണമൊക്കെ ഞാൻ നൽകുന്നുണ്ട് ഇറ്റലിക്ക്, പക്ഷെ അതൊന്നും കാണാതെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ട്രംപ് പല ഭരണാധികാരികളെ പറ്റിയും പല രാജ്യങ്ങളെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന രീതിയിൽ പലതും പറയാറുണ്ട്. അദ്ദേഹം ഇന്ത്യയെ പറ്റി തന്നെയും മുൻപ് പലതും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ നികുതി ഈടാക്കിയിരുന്നു. അതുപോലെ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിന്റെ കാര്യം, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറിന്റെ കാര്യം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഇന്ത്യയെ പറ്റിയും പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തായാലും മെലോനിയെ പറ്റി പറഞ്ഞ കാര്യത്തിന് മെലോനി കൃത്യമായിട്ട് ട്രംപിനെതിരെ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് മറ്റ് അമേരിക്കയുമായിട്ടുള്ള നയതന്ത്രവും ഒരു നാറ്റോ ബന്ധവും ഒന്നും തന്നെ മെലോനി കണക്കാക്കിയിട്ടില്ല. കൃത്യമായിട്ടുള്ള മറുപടി തന്നെ ട്രംപിന് നൽകിയിട്ടുണ്ട്. ആദ്യം ഈ ഒരു പ്രകോപനം ആദ്യം മുന്നോട്ട് വെച്ചത് ട്രംപ് തന്നെയാണ്. ട്രംപ് മെലോനിയെ പറ്റി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ട്രംപ് പറഞ്ഞത് മെലോനി തൻ്റെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് തന്നോട് നിരന്തരം അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് തീർച്ചയായിട്ടും ഇറ്റലിയിൽ മെലോനിയുടെ ഇടിഞ്ഞു വരുന്ന ജനപ്രീതി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇറ്റലിയിലെ ജനങ്ങൾക്കിടയിൽ വലിയൊരു മതിപ്പാണുള്ളത്. കാരണം ഇറാനെതിരെ അമേരിക്ക കടുത്ത നിലപാടെടുത്തു. അവർക്കെതിരെ നല്ല സൈനിക നീക്കം നടത്തി അമേരിക്ക അതിൽ വിജയിച്ചു. അപ്പോൾ ഇറ്റലി ആ ഒരു സമയത്ത് മെലോനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അമേരിക്കയ്ക്ക് ഇറ്റാലിയൻ എയർ സ്ട്രിപ്പുകൾ വിട്ടു നൽകുക പോലും ചെയ്തിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു നാറ്റോയുടെ ഈ വിഷയത്തിലാണെങ്കിലും നാറ്റോയ്ക്കൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയെ തള്ളിക്കളഞ്ഞ കാര്യത്തിലാണെങ്കിലും അമേരിക്കയ്ക്ക് എയർ സ്ട്രിപ്പുകൾ വിട്ടു നൽകാത്തതിലാണെങ്കിലും മെലോനി ജനങ്ങളിൽ നിന്ന് കടുത്ത വിയോജിപ്പ് നേരിടുന്നുണ്ട്. അപ്പോൾ ആ വിയോജിപ്പ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, വിയോജിപ്പ് മെച്ചപ്പെടുത്തി ജനപ്രീതി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മെലോനി തനിക്കൊപ്പമുള്ള ചിത്രത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചതെന്നാണ് അദ്ദേഹം ട്രൂ സോഷ്യൽ കുറിച്ചിരുന്നത്. എന്തായാലും മെലോനി അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. മെലോനി ഇപ്പോൾ ട്രംപിനെതിരെ പറയുന്നത് തൻ്റെ ജനപ്രീതിയെപ്പറ്റി തനിക്ക് യാതൊരുവിധ ആശങ്കയുമില്ല. ട്രംപിൻ്റെ അമേരിക്കയിലുള്ള ജനപ്രീതിയെപ്പറ്റി ശ്രദ്ധിച്ചാൽ മതി. താൻ ഇറ്റലിയുടെ ഒരു പരമാധികാരം ഉയർത്തിപ്പിടിക്കുക, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. അതിൽ ട്രംപുമായിട്ടുള്ള ചങ്ങാത്തത്തിൻ്റെ പേരിലല്ല തൻ്റെ ജനപ്രീതി ഇരിക്കുന്നതെന്നാണ് മെലോനി വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ മറുപടി നൽകിയിട്ടുള്ളത്. അമേരിക്കയ്ക്ക് ഇറ്റലിയുടെ എയർ സ്ട്രിപ്പുകൾ വിട്ടു നൽകുന്ന കാര്യത്തിലാണെങ്കിലും തൻ്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ തനിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ട്രംപിൻ്റെ യാതൊരുവിധ ഉപദേശവും വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റ് തന്നെ അവർ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ഇന്നലെ ഇറ്റാലിയൻ ഭാഷയിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെ മെലോനി പ്രതികരണം നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റായിട്ട് തന്നെ ട്രംപിനെതിരെ തൻ്റെ നിലപാട് അവർ കടുപ്പിച്ചിട്ടുണ്ട്. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് ഒന്ന് പോകണം. അത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധിയിലേക്ക് അവർ ചെന്ന് കുടുങ്ങുകയാണ്. മാത്രമല്ല എന്ന് വെച്ചാൽ 440 കോടി രൂപയുടെ 2 ബാങ്ക് അക്കൗണ്ടുകൾ തൃണമൂൽ കോൺഗ്രസിൻ്റേത് മരവിപ്പിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിമത MLA മാർ. തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര തർക്കം രൂക്ഷമാകുന്നതിനിടയിലാണ് ഈ അക്കൗണ്ടുകളിലെ പണം മരവിപ്പിച്ചിരിക്കുന്നത്. ഈ പാർട്ടി ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ഉടലെടുത്തപ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടിക്കാർ തന്നെ അല്ലെങ്കിൽ കൂടെയുള്ളവർ തന്നെ നൽകിയ പരാതിയിൽ തുടർന്നാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വകാര്യ ബാങ്കുകളാണ് ഈ അക്കൗണ്ടുകൾ. ഇതിൽ 440 കോടിയാണ്. ഇതോടെ ഈ പണത്തിൻ്റെ സോഴ്സ് എന്താണ് എന്നാണ് ഇപ്പോൾ വിമതപക്ഷം ചോദിക്കുന്നത്. ഈ തട്ടിപ്പിലൂടെയും അഴിമതിയിലൂടെയും മറ്റും സമ്പാദിച്ച പണം എന്നാണ് ആരോപണം. കൃത്യമായി മറുപടി പറയേണ്ടി വരും മമതാ ബാനർജി. TG സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, ഇതിപ്പോൾ മമതാ ബാനർജി നേരിടുന്ന അസാധാരണമായ പ്രതിസന്ധി നമുക്കറിയാം. ഇപ്പോൾ ഈ പണം, ഇത്രയധികം പണം എന്നുള്ളതും പ്രധാനമാണ്. ഈ പണം ഇനിയിപ്പോൾ വിനിമയം നടത്താൻ പറ്റാത്ത തരത്തിലേക്ക് കൂടി പാർട്ടി കുടുങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, TMCയിലെ ആഭ്യന്തര തർക്കങ്ങൾ അത് നിയമ പോരാട്ടത്തിലേക്കും കടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പാർട്ടി രണ്ടാവുമ്പോൾ വിമതർ ഒരു വശത്ത്, ഔദ്യോഗിക വിഭാഗമെന്ന് അവകാശപ്പെടുന്നവർ മറുവശത്ത്, അവിടെയും തർക്കമാവുന്നത് പാർട്ടിയുടെ ഫണ്ട്, ഈ ഫണ്ട് ആര് വിനിയോഗിക്കുമെന്നതാണ്.
ആദ്യം തന്നെ ഇത് സംബന്ധിച്ച് ആശങ്ക ഉണ്ടായിരുന്നത് മമതാ ബാനർജിക്കൊപ്പം നിൽക്കുന്ന അവരുടെ വിശ്വസ്തർക്ക് തന്നെയാണ്. കാരണം പാർട്ടിയുടെ ഫണ്ട് അത് മിസ്യൂസ് ചെയ്യപ്പെടും, അത് വിമതർ കൈവശം വയ്ക്കുമോ, അവർ തട്ടിയെടുക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു. അതൊരു പരാതി അവർ ഉന്നയിക്കുകയും ചെയ്തതാണ്. കാരണം പാർട്ടിയുടെ ട്രഷറർക്ക് മാത്രമേ ഔദ്യോഗികമായി ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സംഘടനാ പുനഃസംഘടനയടക്കം അവർ നടത്തുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന സാഹചര്യം വിമത വിഭാഗവും മറുനീക്കവുമായി മുന്നോട്ട് വന്നു എന്നതാണ്. 3 സ്വകാര്യ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ, 3 അക്കൗണ്ടുകളിലാണ് 440 കോടിയിൽ പരം രൂപയുള്ളത്. ഈ പണം അതിൻ്റെ സോഴ്സ് കണ്ടെത്തണം. ഇത് പാർട്ടിക്ക് എങ്ങനെ ഈ പൈസ കിട്ടി, ഇതിൻ്റെ സോഴ്സ് എന്താണ്, ഇത് കണ്ടെത്തണം. ഇത് സംബന്ധിച്ച് അന്വേഷണം വേണം. ഇതാണ് ആവശ്യം ഉന്നയിക്കുന്നത്. എന്തായാലും തർക്കം ഇരു ഭാഗത്തു നിന്നും ഉണ്ടായതോടുകൂടി അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കൽ ഇനി സാധ്യമല്ല ഒരു പക്ഷത്തിനും. അതേസമയം അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നതിന് തടസ്സവുമില്ല. ഈ രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പാർട്ടി പിളരുമ്പോൾ ഈ പണത്തിന്, പാർട്ടിയുടെ സ്വത്തിന് ആര് ഉത്തരവാദി, അവകാശമാർക്ക് എന്ന തർക്കം കോടതി കയറാൻ പോകുന്നു എന്നതാണ് സാഹചര്യം. മമതാ ബാനർജി അവരുടെ വിശ്വസ്ത ഇടങ്ങളിൽ നിന്ന് പോലും തിരിച്ചടി നേരിട്ട് സംഘടന വലിയ രീതിയിൽ നഷ്ടം നേരിട്ട് നിലനിൽക്കുമ്പോഴാണ് പാർട്ടിയുടെ സ്വത്തുക്കളും ഈ രീതിയിൽ പ്രതിസന്ധിയിൽപ്പെടുന്നത് എന്നതാണ് സാഹചര്യം. വിമത വിഭാഗത്തിൻ്റെ നേതാവ് ഋതപ്രതാപ് ബാനർജിയാണ്. അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങുന്നത്. ഇതിനിടയിൽ മമതയുടെ വിശ്വസ്തർക്കിടയിലും തർക്കമുണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ ട്രഷററാണ് ഈ ഫണ്ട് മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്ന ആശങ്ക ഉന്നയിച്ചതെങ്കിൽ കൂടി മമതയുടെ വാദം ഇപ്പോൾ ഇങ്ങനെയാണ്: പാർട്ടിയുടെ ട്രഷറെ തന്നെ മാറ്റിയിരിക്കുകയാണ്, മറ്റൊരാളെ മാറ്റുക. കാരണം ഇയാളും വിമത വിഭാഗത്തിനൊപ്പം പോകുമോ എന്ന ഭയമാണ് മമതയ്ക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് അസാധാരണമായ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്നതാണ്. സംഘടനാ തലത്തിൽ വലിയ തിരിച്ചടി, അതിനെ ചെറുത്തു നിൽക്കാൻ പുനഃസംഘടന അടക്കം കൊണ്ടുവന്ന് മമത നടത്തുന്ന നീക്കങ്ങൾക്ക് പുതിയ വെല്ലുവിളി ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യമാണ്. പാർട്ടിയുടെ സ്വത്തുവകകളുടെ ഉത്തരവാദി ആര്, അവകാശവാദി ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ബാങ്ക് അക്കൗണ്ട് തന്നെ ഇതിൽ തർക്കമായി മാറുകയാണ്. എന്തായാലും ഈ തർക്കം കോടതിക്കും നിയമ സംവിധാനങ്ങൾക്കും മുന്നിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ സോഴ്സ് കാണിക്കേണ്ടി വന്നേക്കാം. ഈ അക്കൗണ്ടിലെത്തിയ പണം എവിടുന്ന് എന്ന ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ വലിയ അന്വേഷണത്തിനും ഇടവച്ചേക്കാം. സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. എയർഫോഴ്സ് 1 എന്നാൽ ആദ്യം തന്നെ, നേരത്തെ തന്നെ ലോക വിസ്മയമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനം, ഔദ്യോഗിക വിമാനം, ആകാശത്തുകൂടി എയർഫോഴ്സ് 1 പറക്കുന്നത് അത്ഭുത കാഴ്ചയാണ്. ഇപ്പോൾ ഒരു പറക്കും വൈറ്റ് ഹൗസുമായി, പുതിയ പറക്കും വൈറ്റ് ഹൗസുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, ട്രംപിൻ്റെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഖത്തറാണ് 3300 കോടി രൂപയുടെ ഈ പുതിയ ആകാശ കൊട്ടാരം ട്രംപിന് സമ്മാനിച്ചത്. അത്യാധുനിക കോൺഫറൻസ് ഹാളുകൾ, ലേ ഫ്ലാറ്റ് സീറ്റുകൾ, അതുമാത്രമല്ല വേണമെങ്കിൽ ഒരു മിനി സർജറി നടത്താൻ ആവശ്യമായ ഒരു മെഡിക്കൽ റൂമും ഈ എയർഫോഴ്സ് 1 വിമാനത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 3300 കോടി രൂപ ചെലവിൽ അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള ചിഹ്നങ്ങളും വെച്ചുകൊണ്ട് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് എയർഫോഴ്സ് 1 വിമാനം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ എയർഫോഴ്സ് 1 വിമാനത്തിൻ്റെ പുതിയ പതിപ്പ് ട്രംപ് തന്നെ പുറത്തിറക്കിയത്. ഇത് ലോകത്തിന് മുന്നിൽ ട്രംപ് അമേരിക്കയുടെ ഒരു അഭിമാനമായി കാഴ്ചവെച്ചിരിക്കുകയാണ്. സഹിത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പണം എന്നതൊരു പ്രശ്നമല്ല. നമ്മൾ ഈ ട്രില്യൺ എക്കോണമിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 77 ട്രില്യൺ എക്കോണമി ഉള്ളൊരു രാജ്യം, 77 ട്രില്യൺ എക്കോണമിയുടെ ഒരു രാജ്യം, രണ്ടാമത് നിൽക്കുന്ന രാജ്യത്തിന് 16 ട്രില്യൺ മാത്രം ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കാൻ അവർക്ക് എപ്പോഴും പണമാണ് പ്രധാനം. അപ്പോൾ എയർഫോഴ്സ് 1നും അതുപോലെ തന്നെ ഒരു ആഡംബരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. ആകാശ കൊട്ടാരമെന്ന് പറയാം, എല്ലാ സൗകര്യങ്ങളോടും കൂടി. യാത്രക്കാർക്ക് കിടക്കാൻ സൗകര്യമുള്ള ലേ ഫ്ലാറ്റ് സീറ്റുകൾ, ദേശീയത വിളിച്ചോതുന്ന ഡിസൈൻ, സീറ്റ് ബെൽറ്റുകളിൽ പ്രസിഡൻഷ്യൽ സീൽ, അങ്ങനെ അമേരിക്കൻ സംസ്കാരം വിളിച്ചോതുന്ന പെയിൻറ്റിങ്ങുകൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഉള്ള ഒരു വിമാനം കൂടിയാണ് എയർഫോഴ്സ് 1 എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 3300 കോടി രൂപയുടെ ആകാശത്ത് കൂടി ഒഴുകുന്ന കൊട്ടാരമാണ് എയർഫോഴ്സ് 1 എന്നതാണ് ഏറ്റവും പ്രധാനം. സജിത്ത്, യെസ്, ട്രംപിന് ഖത്തറിൻ്റെ സമ്മാനമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ, നമുക്കറിയാം എയർഫോഴ്സ് 1 അതിൻ്റെ പ്രത്യേകത അറിയാം. അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനം, അതിൻ്റെ സുരക്ഷ, അതിൻ്റെ പ്രത്യേകതകൾ ഇതുവരെയും അത് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. അത്രയധികം സുരക്ഷകളുള്ള സംവിധാനങ്ങളുള്ളതാണ് എയർഫോഴ്സ് 1 എന്ന് പേരിടുന്ന അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചാര ഔദ്യോഗിക വിമാനം. അതാണിപ്പോൾ ഖത്തറിൻ്റെ ഈ സമ്മാനമായി പുതിയത് മാറുന്നത്. അതിൻ്റെ അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഉള്ളിലെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള പറക്കും കൊട്ടാരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തന്നെയാണ് ഖത്തറിൻ്റെ സമ്മാനമായി മാറുന്ന ഈ പുതിയ വിമാനം.
അത് എയർഫോഴ്സ് 1 പുതിയതായി അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചാര വാഹനമായി മാറുകയാണ്. ഇതിനകം തന്നെ ലോക നേതാക്കളുടെ അവർ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്കൊക്കെ നിരവധി പ്രത്യേകതകളുണ്ട്, പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതെല്ലാ രാജ്യങ്ങളും പൂർണ്ണാർത്ഥത്തിൽ പുറത്തുവിടാറില്ല. ഈ പുതിയ എയർഫോഴ്സ് 1ൻ്റെയും സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ പുറമേ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അതിൻ്റെ പ്രത്യേകതകൾ. നമുക്കറിയാം ഖത്തറും അമേരിക്കയും തമ്മിലുള്ള വലിയ ബന്ധം അത് വലിയ രീതിയിൽ അടുത്തിടെ ശക്തിപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ പറക്കം കൊട്ടാരം എന്ന വിശേഷണമുള്ള ഈ എയർഫോഴ്സ് 1 അമേരിക്കയുടെ കൈവശം ട്രംപിൻ്റെ സമ്മാനമായി എത്തുന്നത് എന്ന പ്രത്യേകതകൾ കൂടിയുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും ആഡംബരമായ ഒന്നുകൂടിയായി എയർഫോഴ്സ് 1 മാറുന്നു എന്നതാണ്. ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ട്വീറ്റ് നടത്തിയിരുന്നു. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക സഞ്ചാര വിമാനമായി പറക്കൻ കൊട്ടാരം മാറുകയാണ്. ടി സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാർ സ്റ്റാമർ രാജിക്കൊരുങ്ങുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സ്റ്റാമർ തിങ്കളാഴ്ച രാജിവെച്ചേക്കുമെന്നാണ് സൂചന. ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചു. ബ്രിട്ടീഷ് പത്രമായ ഒബ്സർവറാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മന്ത്രിമാരും ഉപദേശകരും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സ്റ്റാമർ രാജി തീരുമാനത്തിലേക്ക് എത്തിയത്. ലേബർ പാർട്ടിക്കുള്ളിലെ നേതൃത്വ പ്രതിസന്ധി ഒരു പ്രധാന കാരണമാണ്. ആഭ്യന്തര സംഘർഷം, രാജ്യത്ത് നിരവധിയായ ആഭ്യന്തര സംഘർഷങ്ങൾ സ്റ്റാമറുടെ ഭരണകാലത്തുടനീളം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊന്നും കൺട്രോൾ ചെയ്യാൻ ഭരണകൂടത്തിന് സാധിച്ചില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഏതായാലും ഔദ്യോഗിക വസതിയിൽ വെച്ച് സ്റ്റാമർ ഇക്കാര്യം ബന്ധുക്കളുമായി ചർച്ച ചെയ്തു. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിട്ടില്ല. അങ്ങനെ സ്റ്റാമർ രാജിവെക്കുകയാണെങ്കിൽ പുതിയ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ബേൺഹാം എന്ന സ്റ്റാമറിന് പകരം ബേൺഹാം പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. യൂട്യൂബർ തൊപ്പിക്കെതിരെ കേസെടുത്ത് പോലീസ്. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിനാണ് നടപടി. എറണാകുളം റൂറൽ സൈബർ പോലീസ് ആണ് IT നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ തൊപ്പി പോസ്റ്റ് ചെയ്തു എന്നാണ് FIR. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, തൊപ്പിക്കെതിരെ സർക്കാർ നേരത്തെ അന്വേഷണ കമ്മീഷനെ അടക്കം വെച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ കുരുക്കിലേക്ക് തൊപ്പി പോകുന്നു എന്നാണ് വിവരം. താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. അല്പസമയത്തിനകം ചേരും. താരങ്ങളൊക്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടി അൻസിബ ഹസൻ ഉയർത്തിയ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അടക്കമുള്ള ഭാരവാഹികൾക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയ അൻസിബയ്ക്ക് ഇതിനകം തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം നൽകിയിരുന്നു. ഇതിന് അൻസിബ മറുപടി നൽകിയില്ല. അൻസിബയ്ക്കെതിരായ അച്ചടക്ക നടപടികളിലേക്ക് നേതൃത്വം നീങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടെ നേരത്തെ ട്രഷറർ ഉണ്ണി ശിവപാലിൻ്റെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. തനിക്ക് അമ്മയിൽ നീതി കിട്ടിയില്ല എന്നാണ് ഉണ്ണി ശിവപാലിൻ്റെ ആക്ഷേപം. താരസംഘടന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഉണ്ണിയുടെ വീഡിയോ സന്ദേശം എത്തിയത്. ഇപ്പോൾ താരങ്ങളൊക്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. പത്തനംതിട്ട ഓവല്ലൂർ എലോഷി വർഷിപ്പ് സെന്ററിൽ പ്രതിഷേധം. വിശ്വാസികളും BJP പ്രവർത്തകരും തമ്മിലാണ് പ്രതിഷേധം. സ്ഥാപനത്തിന്റെ മറവിൽ കുട്ടികളെയും മുതിർന്ന അവരെയും പീഡിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. 2 കുട്ടികൾ പരാതിയുമായി രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പാസ്റ്റർ വിനു വാഴമുട്ടത്തിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം നടക്കുന്നത്. രാവിലെ ആരാധനയ്ക്കെത്തിയ വിശ്വാസികളും BJP പ്രവർത്തകരും തമ്മിലാണ് പരസ്പരം മുദ്രാവാക്യം മുഴക്കി ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ നിയമം കയ്യിലെടുക്കുന്നില്ല. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും സംഘർഷമുണ്ടോ അവിടെ? രഞ്ജിത്തെ, ഇത് പ്രധാനമായും ഓമല്ലൂർ പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് സഭയുടെ എലോഷി വർഷിപ്പ് സെന്ററിലാണ് ഇത്തരം ഒരു പ്രതിഷേധം നടക്കുന്നത്. പ്രധാനമായും ഈ വിനു വാഴമുട്ടം എന്ന പാസ്റ്ററാണ് ഈ സെന്റർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്ക് കുട്ടികളെയൊക്കെ അന്തേവാസികളെ പാർപ്പിക്കുന്ന സെന്ററുമുണ്ട്. അവിടെ 2 കുട്ടികൾ ശാരീരികമായി ഉപദ്രവേൽക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത അവസ്ഥയുണ്ടായിരുന്നു. അത്തരം കേസെടുക്കുകയും ചെയ്ത് അങ്ങനെ 3 പേരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല എന്ന നിലപാടോടുകൂടിയാണ് ഓമല്ലൂരിലെ BJP പ്രവർത്തകർ രാവിലെ ഈ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ തടഞ്ഞെടുത്താലും വിശ്വാസികളും പ്രവർത്തകരും തമ്മിൽ വലിയ നേരം വെളിയിൽ ഉന്തും തള്ളും ഉണ്ടായി. സംഘർഷ സാധ്യതയുണ്ടായിരുന്നാലും പോലീസ് സംയോജനമായി ഇടപെട്ടു. പിന്നീട്
വിശ്വാസികൾ ഒരു കാരണവശാലും അകത്ത് കടത്തില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ഉണ്ടായിരുന്നത്. പിന്നീട് വിശ്വാസികളും പോലീസും ഒപ്പം ബി ജെ പി പ്രവർത്തകർ ചർച്ച നടത്തിയതിനു ശേഷം വിശ്വാസികൾ ഇപ്പോൾ വീണ്ടും ഈ സെന്ററിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ തന്നെ പുറത്തു നിൽക്കുകയാണ്. വലിയ സംഘർഷ സാധ്യത ഒരു മണിക്കൂറോളം റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾക്കിടയിലാണ് ഇപ്പോൾ സമാധാനത്തിൽ അവർ ഒരു ചെറിയ രീതിയിൽ നേരിയ തോതിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടുള്ളത്. എങ്കിലും ബി ജെ പി പ്രവർത്തകർ ഇപ്പോഴും ഈ ഹാളിന് പുറത്ത്, അതായത് റോഡിൽ നിൽക്കുകയാണ്. വിശ്വാസികൾ അകത്ത് കയറി പ്രതിഷേധിക്കുന്ന സാഹചര്യം, പ്രാർത്ഥന കയറിയ സാഹചര്യം ഉണ്ട്. എന്തായാലും റോഡിൽ ഉപരോധിക്കുന്ന രീതിയിലാണ് വിശ്വാസികൾ ഉള്ളത്. അതുപോലെ തന്നെ കുറച്ച് വിശ്വാസികളും ബി ജെ പി പ്രവർത്തകരും ഇപ്പോൾ പുറത്തു നിൽക്കുന്നുമുണ്ട്. രാജ്യത്തെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. പത്തനംതിട്ട ഓമല്ലൂരിലാണ് സംഘർഷം. ബി ജെ പി പ്രവർത്തകരും പാസ്റ്ററിൻ്റെ, അവിടെ വർഷിപ്പ് സെന്റർ നടത്തുന്ന ഒരു പാസ്റ്ററിൻ്റെ അനുയായികളും തമ്മിലാണ് സംഘർഷം. ഈ പാസ്റ്ററിനെതിരെ 2 കുട്ടികൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അത് ചോദ്യം ചെയ്യുകയാണ് ബി ജെ പി പ്രവർത്തകർ. ഇന്നലെ അന്തരിച്ച കവിയും സാഹിത്യകാരനുമായ പത്മശ്രീ പി നാരായണക്കുറുപ്പിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വൈകിട്ട് 3:30 തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരം പേരൂർക്കട ഇന്ദിരാനഗറിലെ വസതിയിൽ ഇന്നലെ ആയിരുന്നു അന്ത്യം. മലയാള സാഹിത്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ ആഴത്തിൽ ഉൾക്കൊണ്ട് കവിതയിലും സാഹിത്യ നിരൂപണത്തിലും അനന്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു പത്മശ്രീ പി നാരായണക്കുറുപ്പ് എന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ അനുസ്മരിച്ചു. കവിതയ്ക്കും നിരൂപണത്തിനും മലയാള ഭാഷയിൽ പുതിയ ഭാഷ്യം രചിച്ച സാഹിത്യകാരനായിരുന്നു പി നാരായണക്കുറുപ്പ് എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓർത്തെടുത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പത്മശ്രീ പി നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഇടവേളയ്ക്ക് ശേഷം ലോക ഫുട്ബോൾ വാർത്തകളുമായി എൽദോ പോൾ ചേരും.